ഹല്ലേലൂയ. ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. Praise be to the name of the Lord. ഈ വർഷത്തെ അനുഗ്രഹീതമായ കൺവെൻഷൻ്റെ രണ്ടാം ദിനം രാത്രിയോഗത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. Again, I praise God for this beautiful second day evening service of this convention. ഇവിടെയുള്ള ദൈവജനത്തോടും ശുശ്രൂഷകരോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ എനിക്കും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അനുവദിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for giving me this opportunity to be with you all the servants of God and all the believers and all the people of God who are here. എന്നെ സ്നേഹിക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന അനേക ശുശ്രൂഷകരുടെയും ദൈവജനത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായി ഞാനും ദൈവസന്നിധിയിൽ ഇപ്രകാരം ആയിരിക്കുന്നു എന്നുള്ളത് അത് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. First of all, let me tell you, I am here in this state in the presence of God because of all the dear ones, those who have prayed for me and those who really love me. ഇതുവരെയും എന്നെ പ്രാർത്ഥനയിൽ ഓർത്ത് സഹായിച്ച ദൈവജനങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു. I beseech you, though the people of God, those who prayed for me, I beseech you that you should pray for me continually. നമ്മുടെ വചനാധ്യാനത്തിനായി ഒരു വാക്യം വായിക്കാം. For our meditation, we will read one verse now. 2 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 15 വാക്യം. 2 Corinthians chapter 9, and we will read the 15th verse. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. Thanks be unto God for his unspeakable gift. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. Thanks be unto God for his unspeakable gift. എത്ര പറഞ്ഞാലും എത്ര എണ്ണിയാലും എത്ര ഓർത്താലും തീരാത്ത വിധം ദാനങ്ങൾ പ്രാപിച്ച് അനുഭവിച്ച് ജീവിക്കുന്നവരാകുന്നു നാം ഓരോരുത്തരും. We, each one of us, experience the gift of God, the unspeakable. The gifts which God has given us are unspeakable and it is incomprehensible. ദാനങ്ങൾ ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്തവർ ആരും തന്നെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that there is not a single soul here who do not covet gifts or presents. തങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ, ഉന്നതരും ശ്രേഷ്ഠരുമായവർ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസ്തു ദാനമായി കൊടുത്താൽ അത് എത്രയധികം സന്തോഷമായിരിക്കും. Your loved one, the one whom you honor and delight, if that person gives you a gift or a present, how happy you would feel. അത് ചെറിയ ഒരു വസ്തുവായാലും അത് വലിയ ഒരു കാര്യം ആയാലും അത് എത്രയും സന്തോഷമായിരിക്കും. Although it is a small gift or a big gift, but your joy will be unspeakable. ചിലരെല്ലാം അത് സൂക്ഷിച്ചു വെക്കുകയും അത് നോക്കി അത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. Some people will preserve the gift got from the loved one and they will preserve it and notice it now and then. നാം അറിഞ്ഞും അറിയാതെയും അനേകം ദാനങ്ങളോടുകൂടെ ജീവിക്കുന്നവരാകുന്നു എന്നുള്ളത് ഈ സമയം ഓർക്കേണ്ടതാകുന്നു. Right now we have to remind ourselves that knowingly or unknowingly we are given many gifts. മനുഷ്യരുടെ ദാനങ്ങളിൽ സന്തോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവരുണ്ട്. There are many people who enjoy the man given gifts. എന്നാൽ നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ പിതാവുമായ ദൈവം തൻ്റെ സകല സൃഷ്ടികൾക്കും തൻ്റെ ജനത്തിനും അനേകം ദാനങ്ങളെ കൊടുക്കുന്നതായി നമുക്ക് ഗ്രഹിക്കുവാനായി സാധിക്കും. We can grasp from the scriptures that our God, the Creator, God the Father, how He gives many gifts to His beloved people. സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്നു. All the people of God are the creation of God. എന്നാൽ എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ മക്കൾ അല്ലതാനും. But all creation are not the very people of God. സകല മനുഷ്യരെയും ദൈവമാകുന്നു സൃഷ്ടിച്ചത്, ദൈവമാകുന്നു എല്ലാവരുടെയും സൃഷ്ടിതാവ്. It is God who created all people and He is the God the Creator.
എന്നാൽ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കൾ അല്ല ആയി തീർന്നിട്ടില്ല എന്നുള്ളതാകുന്നു സത്യം. But this is the truth that all people have not become the very people of God. നാം മക്കൾ ആകുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് പിതാവ് ആകുന്നു. When we become the true sons of God, our God becomes our real Father. എങ്ങനെയാകുന്നു നാം സൃഷ്ടികളായ നാം മക്കളായി തീരുന്നത്? How can we become sons and daughters of the Creator God? തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. As we read in the scriptures, but as many as received them gave he power to become the sons of God. ഇവിടെ നാം വായിക്കുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തമായി ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ്. Here it is written, thanks be unto God for his unspeakable gift. നാം ഇവിടെ ഇരുന്ന് ചില മണിക്കൂറുകൾ ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ എത്രയോ നന്മകൾ നാം നിമിഷം തോറും ദിവസം തോറും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. If we sit here and ponder as to all the benefits, the blessings which God has bestowed upon us, we will be thrilled like anything. ആദ്യമായി തന്നെ നാം ചിന്തിക്കുമ്പോൾ, And first of all, when we think, ഈ ദേശത്തെ സ്നേഹിച്ച് ഈ സഭയെ സ്നേഹിച്ച് ദൈവജനത്തെ സ്നേഹിച്ച് ഇപ്രകാരം ഒരു കൺവെൻഷൻ നമുക്ക് ഇവിടെ ലഭിച്ചതും നാം ഇതിൽ സംബന്ധിച്ചിരിക്കുന്നതും ഈ കൺവെൻഷൻ ദൈവം നമുക്ക് ദാനമായി തന്നതാകുന്നു. first of all, this convention is an unspeakable gift from God, loving us and loving the land of this, the people of this land. The Lord has given us this convention, and He has given this opportunity to participate in this convention. ദൈവം നമുക്ക് ദാനമായി തന്ന ഈ കൺവെൻഷനിൽ നാം സംബന്ധിക്കുന്നതിനാൽ നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും എല്ലാം ഉണ്ടാകുന്നു. Because God has given this opportunity to participate in this God-given convention, we receive joy and peace and hope. പാപത്തിൽ നിന്ന് വിടുതൽ, രോഗത്തിൽ നിന്ന് വിടുതൽ, അതുപോലെ സൗഖ്യവും ആശ്വാസവും അനുഗ്രഹങ്ങളും ഒക്കെയും നമുക്ക് ലഭിക്കുന്നു. We are getting deliverance from sins and from our sickness, and moreover, the Lord fills us with His consolence and with His comfort. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. Thanks be unto God for His unspeakable gift. അത് ദൈവത്തിൻ്റെ തൻ്റെ സകല സൃഷ്ടികൾക്കും തൻ്റെ ജനത്തിനുമുള്ള ദാനങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, yes, when we think about the unspeakable gift given by the Lord to His creation, അതിനെ രണ്ടായി തിരിച്ചു പഠിക്കുവാനായി സാധിക്കും. we can classify that into two and study. ഒന്ന് ഭൗമികമായ ദൈവത്തിൻ്റെ ദാനങ്ങൾ. First of all, the literal gifts which God gives to man. രണ്ട് ആത്മീകമായ ദൈവത്തിൻ്റെ ദാനങ്ങൾ. Secondly, the spiritual gifts, God, the divine gifts. സകല ദൈവത്തിൻ്റെ സകല മനുഷ്യരും സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ സകല ഭൗമിക ദാനങ്ങളും അറിഞ്ഞോ അറിയാതെയോ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. All people in the mankind, all the people in the world, knowingly and unknowingly, they experience God-given gifts to them. ദൈവജനമോ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ സകല ഭൗമികമായ ദാനങ്ങളും ആത്മികമായ ദാനങ്ങളും പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. People of God, through faith, they receive literal and spiritual gifts from the Lord continually. 2 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, When you come to 2 Peter chapter 1 and verse 3, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. According as his divine power hath given unto us all things that pertain unto life and godliness, through the knowledge of him that hath called us to glory and virtue. തൻ്റെ ദിവ്യ ശക്തി according to His divine power, ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്നതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. has given unto us all things that pertain unto life and godliness. ഇതാ ഭൗമികമായ ജീവിതത്തിനും ആത്മികമായ ജീവിതത്തിനും വേണ്ടിയതൊക്കെയും ദൈവം തൻ്റെ ശക്തിയാൽ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. Through His power, God is giving unto us all the literal and spiritual blessings. നീ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാ നല്ല ദാനങ്ങളും നമുക്ക് ലഭിക്കുന്നതായി കാണുന്നു. And when you come to the book of James chapter 1 and read verse 17, it is written, every good gift He gives to us.
എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. Every good gift and every perfect gift is from above and cometh down from the Father of lights, with whom is no variableness, neither shadow of turning. എല്ലാ നല്ല ദാനങ്ങളും Every good gift തികഞ്ഞ വരമൊക്കെയും and every perfect gift ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. is from above and cometh down from the Father of lights. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ദൈവത്തിന്റെ ദിവ്യശക്തി ദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Through the divine power of God, God is giving all to us which pertain to life and godliness. അതുപോലെ എല്ലാ സകല നല്ല ദാനങ്ങളും നമുക്ക് ദൈവത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. In the same way, every good gift and perfect gift, it's coming from heaven. It's coming from above upon us. ദൈവത്തിന്റെ സകല നല്ല ദാനങ്ങളും അത് നമ്മുടെ ഈ ഭൂമിയിൽ നാം ജീവിക്കും കാലമൊക്കെയും മാത്രമല്ല നിത്യതയിലും നമുക്ക് നൽകപ്പെടുകയാകുന്നു. All the days which we live upon this earth, these good gifts shower upon us, and even in eternity. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ നാം അറിഞ്ഞും അറിയാതെയും ദൈവത്തിന്റെ സകല ഭൗമികമായ ദാനങ്ങളും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. As I told you before, knowingly or unknowingly, we are experiencing literal blessings from the Lord. എന്നാൽ ഈ ദാനങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതാകുന്നു. We should ponder of all the benefits, gifts from the Lord, and we should keep praising, thanking the Lord. ചുരുക്കമായ ചില കാര്യങ്ങൾ അത് ഭൗമികമായ ദാനത്തെ കുറിച്ച് ചിന്തിച്ചാൽ Literally, when we speak of the blessings which God gives us, in short, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാനങ്ങൾ, the gifts which God is giving us, ഇത് ഇപ്പോൾ നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. now we have entered into a new year. 2015 ആണ്ട് നാം കാണുമെന്നോ ഈ പുതിയ വർഷത്തിൽ പ്രവേശിക്കുമെന്നോ നാം ആരും വിചാരിച്ചിരുന്നതല്ല. We never thought that we will enter into a new year, 2015. 2014 ജീവിച്ചവർ 2015 പ്രവേശിക്കാതെ എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നുപോയിരിക്കുന്നു. Those who lived in the year 2014, they have gone, they have passed away, not seeing the year 2015. എന്നാൽ നമ്മുടെ ആത്മീക വർധനയ്ക്കും ദൈവത്തിന്റെ നാമമഹത്വത്തിനുമായി ദൈവം നമുക്കൊരു പുതിയ ആണ്ട് കൂടെ നൽകിയിരിക്കുകയാണ്. But for our spiritual progress, God has given us one more new year for us. ഇത് ദൈവത്തിന്റെ നാമമഹത്വത്തിനായും നമ്മുടെ ആത്മീക പുരോഗതിക്കായിട്ടും ദൈവം നമുക്ക് ദാനമായി തന്ന ഒരു പുതിയ ആണ്ട് ആകുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe this year God has given me for that I may grow in my spiritual life, have a progress in my spiritual life? അതെ, ഇങ്ങനെ ഒരു പുതിയ ആണ്ട് നമുക്ക് ദൈവം തന്നതിനായി ദാനമായി തന്നതുകൊണ്ട് നമ്മുടെ ദൈവത്തെ ഒന്ന് നമുക്ക് സ്തുതിക്കാമോ? Because God has given this new year to us to grow in spiritual life, shall we praise God for that? എല്ലാ ദൈവജനങ്ങളും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ ശബ്ദം മുഴക്കിക്കാട്ടെ. Hallelujah! അതെ, ഈ ഒരു പുതിയ ആണ്ട് മാത്രമല്ല, Yes, not only this new year, നമുക്ക് ലഭിക്കുന്ന മാസങ്ങൾ, all the months God gives us, നമുക്ക് ലഭിക്കുന്ന ആഴ്ചകൾ, all the days we are given, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, all the days and all the minutes God gives us, അതെ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ, and every hour God gives us, അതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന മിനിറ്റുകൾ, and every minute God gives us, ഓരോ സെക്കൻഡുകളും every second God gives us. ഇത് ദൈവം നമുക്ക് ധനമായി തന്നുകൊണ്ടിരിക്കുന്നതാകുന്നു. This is all the gifts from God given to us. ചില സമയങ്ങളിൽ ഞാൻ ഇതൊക്കെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. Many times I would think about this and keep praising the Lord. ഒരു നിമിഷമെങ്കിലും എനിക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് എൻ്റെ ദൈവത്തിന്റെ സ്നേഹവും കരുണയും തന്റെ ദാനവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. If God gives me one day, I would think of that day, oh, it is the care of the Lord, it is the love of God, and it is the blessings of God upon me. ഒരു നിമിഷമെങ്കിലും ഞാൻ ജീവിക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാൽ ആകുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു. If I live a minute
upon this earth, I always acknowledge that it is only pure grace of God. പകൽ വെളിച്ചവും രാത്രിയിൽ വെളിച്ചവും നൽകുന്ന സൂര്യചന്ദ്രാദികൾ ഇത് ദൈവം നമുക്ക് ധനമായി നൽകിയതാകുന്നു. The sun to rule the day and the moon to rule the night, God given gifts are these. ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും നമുക്ക് വേണ്ടതായ സകലവും അത് ദൈവം മനുഷ്യർക്ക് ധനമായി കൊടുത്തിരിക്കുന്നു. All the fishes of the sea, God has given as a gift to man. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് ദാനമായി കൊടുത്തിരിക്കുന്നു. Heavens are the Lord's, and the earth has He given to the children of men. നമുക്കൊരു വീട് ഉണ്ടോ? Do we have home here? ഒരു ആശ്ചര്യമായ വീട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? If you have a little house, നാം ചിലപ്പോൾ കഠിനമായി അധ്വാനിച്ച് ജോലി ചെയ്ത് പണമുണ്ടാക്കി വീട് കെട്ടി അതിൽ പാർക്കുകയായിരിക്കും. perhaps you might have labored much and you might have earned and you might have earned a house making it. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാർക്കുന്ന വീട് അതിൽ പാർത്തുകൊണ്ട് ഈ വീട് എനിക്ക് ദാനമായി തന്നു എന്ന് നിങ്ങൾ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ? But do you praise God thinking the house which God has given me, it is the gift from the Lord? നിങ്ങൾ വിചാരിക്കും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം കൊണ്ടാകുന്നു ഈ വീട് നിർമ്മിച്ചത് എന്ന്. You may think because I earned the money, because of my hard labor, I've made this house. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, But one thing you should be reminded of. നിനക്ക് വിദ്യാഭ്യാസം ദൈവം ദാനമായി തന്നതാകുന്നു. Your education, God has given you as a gift. നിനക്ക് ജോലി ദൈവം ദാനമായി തന്നതാകുന്നു. Your employment, God has given you as a gift. അതെ, ജോലി ചെയ്ത ശമ്പളവും പണവും ദൈവം ദാനമായി തന്നതാകുന്നു. Your salary and your income, God has given you as a gift. അതുകൊണ്ടാകുന്നു നീ വീട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. It is because of that you are able to afford a house. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്ന്. The word of God says, except the Lord build the house, those who labor are in vain. അതെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് സുഖവും ബലവും ആരോഗ്യവും സമ്പത്തും സകലവും ദൈവം നമുക്ക് ദാനമായി തന്നതാകുന്നു. If we think like that, we can say all the health and the wealth and all the possession, money God has given us, it is all the very gift of God. ഇതിപ്പോൾ കുടുംബസ്ഥരായി അഥവാ സകുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു കുടുംബ ജീവിതം ദൈവം ദാനമായി തന്നതാണ്. Those who live a happy home life, let me tell you, the family life we are given to, it is the gift from God. നിങ്ങൾക്ക് മക്കളെ ദൈവം ദാനമായി തന്നതാണ്. God given children are the gifts from God. ആ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. Let me remind you one thing in that. മക്കളെ തരുന്നത് ദൈവമാകുന്നു. It is God who gives you children. മക്കളെ കൊടുക്കാതിരിക്കുന്നതും ദൈവമാകുന്നു. It is God who forbears giving you children. മക്കളെ കൊടുത്ത ശേഷം എടുക്കുന്നതും ദൈവമാകുന്നു. It is God who takes away the children after giving to you. മക്കളെ എടുത്ത ശേഷം വീണ്ടും മക്കളെ കൊടുക്കുന്നതും ദൈവമാകുന്നു. It is God who gives you children, He takes the children and again gives you children. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അത് ചെറുതോ വലുതോ ആയിരുന്നാലും സകലവും ദൈവം നമുക്ക് ദാനമായി തന്നതാകുന്നു എന്ന് നാം വിശ്വസിക്കണം. Whether small or great, whatever is in our hand, we should ponder, we should think, we should always realize that it is all the very gift of God. ആകയാൽ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തമായി ദൈവത്തിന് സ്തോത്രം. Thanks be to God for this unspeakable gift. ദൈവം നമുക്ക് ധനമായി തന്ന സകല ഭൗമിക അനുഗ്രഹങ്ങൾക്കായി അത് നമ്മുടെ കരങ്ങളെ ഉയർത്തി അല്പനേരം സ്തോത്രം ചെയ്യാമോ? Let's all praise God, lifting up our hands for all the little God's blessings upon us. സ്തോത്രം 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 സ്തോത്രം. ദൈവജനം സന്തോഷത്തോടും ശക്തിയോടും കൂടെ സ്തോത്രം People of ചെയ്യട്ടെ. God, praise God with a grateful heart and with power. സ്തോത്രം 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 സ്തോത്രം. എന്നാൽ ഈ ഭൗമികമായ ദാനങ്ങളെ ലഭിച്ചവരായ നാം, But we who have received these little blessings, ഈ ദാനങ്ങളെ ചൊല്ലി സന്തോഷിക്കുകയോ പ്രശംസിക്കുകയോ അല്ല വേണ്ടത്. we should not boast or we should not joy or delight over these blessings. നാം സന്തോഷത്തോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. Joyfully we should thank the Lord.
എന്നാൽ ഈ ദാനങ്ങളിൽ ഒന്നും നാം പ്രശംസിക്കുവാൻ പാടില്ല. But then we should not boast of all these blessings upon us. ഇന്ന് പലരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങളെ ചൊല്ലി അധികമായി സന്തോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നവരാകുന്നു. Many people, they speak or boast, they show off the blessings which God gives them. എന്നാൽ നമുക്കൊരു ദാതാവുണ്ട്, അഥവാ ദാനങ്ങളെ നൽകിയ ദൈവമുണ്ട്. ആ ദാതാവായ ദൈവത്തിൽ നാം സന്തോഷിച്ച് പ്രശംസിച്ച് നാം അവന് മഹത്വം കൊടുക്കുന്നവരാകട്ടെ. But we should be people who always glorify God, thank God. We have a Father, we have a God who ushers all these blessings, and we should be thankful to Him all the time. ഇനി ആത്മീകമായി ദൈവം തന്റെ ജനത്തിന് നൽകുന്ന ചില നല്ല ദാനങ്ങളെ കുറിച്ച് അത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Now I would like to remind you of the spiritual blessings God gives us. ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ ദൈവത്തിന്റെ ദാനം ഏതാകുന്നു? What is the first and the great blessing, the spiritual blessing first of all God gives us? അത് നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാകുന്നു. He is our Savior, the Redeemer, the Lord Jesus Christ. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നു. God the Father, He sent His only Son from heaven, sending Him into this earth for you and for me. നാം അവനാൽ ജീവിക്കേണ്ടതിന് ദൈവം താൻ സ്നേഹിക്കുന്ന ഏകജാതനായ തന്റെ മകനെ നമുക്കായി ഏൽപ്പിച്ചു തന്നു. That we should live in Him, He offered His own Son for our sake. യോഹന്നാന്റെ സുവിശേഷം 3:16 നാം വായിക്കുമ്പോൾ, When you come to the Gospel according to John chapter 3 and verse 16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. For God so loved the world that He gave His only begotten Son, that whosoever believeth in Him should not perish but have everlasting life. തന്റെ ഏകജാതനായ പുത്രനെ, those who believe on His only begotten Son, തന്റെ ഏകജാതനായ പുത്രൻ He gave His only begotten Son. നമുക്ക് തരുവാനായി പിതാവായ ദൈവം അത്രമാത്രം ലോകത്തെയും എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. God the Father loved so much the world and you and me that He gave His only begotten Son. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, That whosoever believeth in Him should not perish but have everlasting life. അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവാം ദൈവം ലോകത്തെ സ്നേഹിച്ചു. God the Father loved the world so much that He sent His only begotten Son. തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, He did not care for His only begotten Son, the Father who gave His only begotten Son for us. നാം വായിക്കുന്നു, തന്നോടുകൂടെ നമുക്ക് സകലവും നൽകാതെ ഇരിക്കുമോ? And will He not forbear, will He not give us all things along with that? തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ അവനോടുകൂടെ അവൻ മുഖാന്തരം നമുക്ക് സകലവും നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിക്കുന്നവനാകുന്നു. If He would give His only begotten Son to us, He is a loving God and He will give all of our needs along with that. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. We read that in Romans chapter 8 and verse 32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? He that spared not His own Son, but delivered Him up for us all, how shall He not with Him also freely give us all things? തന്റെ സ്വന്തം പുത്രനെ പിതാവ് സ്നേഹിച്ചു. God the Father loved His own Son. ഈ പുത്രനായ ക്രിസ്തു പിതാവിനോട് കൂടെ ആയിരുന്നു. Christ the Son, He was always with the Father. ഈ പിതാവും പുത്രനും ഒന്നായിരുന്നു. Father and Son were united. എന്നാൽ സകല മനുഷ്യവർഗത്തെയും സ്നേഹിച്ചവനായ ദൈവവും, But God who loved the mankind, തന്റെ പുത്രനെ സ്നേഹിച്ചതുപോലെ താൻ സൃഷ്ടിച്ച സകല മനുഷ്യരെയും സ്നേഹിച്ചവനായ ദൈവം, God who loved the whole mankind as He loved His only begotten Son, തന്റെ പുത്രൻ തന്നോടുകൂടെ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ
തൻ്റെ സൃഷ്ടികളായ ഏവരും തന്നോടുകൂടെ ഇരിപ്പാൻ യോഗ്യരായി തീരേണ്ടതിന്. As the Son was with the Father eternally, in eternity, he desired that all mankind should be with him in തന്റെ സ്വന്തം eternity. പുത്രനെ അവൻ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. He spared not his own Son, but delivered up him for all. സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തെയും അകൃത്യത്തെയും രോഗത്തെയും ഒക്കെയും വഹിച്ചുകൊണ്ട് കാൽവറിയിൽ ആ മര ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. He bearing all the sin and all the sickness upon himself, he became a sacrifice on the wooden cross of Calvary. ഗത്സമന മുതൽ കാൽവറി വരെയും അവൻ സകല പാടുകളും സഹിച്ചു. From Gethsemane to Calvary, he suffered all kinds of sufferings. നമ്മുടെ യേശു സഹിച്ച പാടുകൾ നാം ഓർത്താൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അങ്ങനെയുള്ള പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടില്ല. The sufferings which Jesus bore for us, if we ponder about it, no man has suffered like that in the world. അവൻ ദൈവമായിരുന്നു, അവൻ ദൈവപുത്രനായിരുന്നു. He was God, he was the Son of God. എന്നാൽ അവൻ ഭൂമിയിൽ മനുഷ്യനായിട്ടാകുന്നു ജനിച്ചത് അഥവാ അവതരിച്ചത്. But he came as an incarnation, as a man. പാപം ഒഴികെ അവൻ സകലത്തിനും മനുഷ്യരോട് തുല്യൻ ആയിരുന്നു. He was like man without a sin. അതെ, മനുഷ്യർക്കുണ്ടാകുന്ന സകല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയും അത് യേശുവിനും ഉണ്ടായിരുന്നു. Jesus had all kinds of feelings of passions or emotions which man has. അതെ, പാപത്തോടുകൂടെ ഉള്ളതല്ല, എന്നാൽ പാപമൊഴികെ സകലത്തിലും അവൻ മനുഷ്യനോട് തുല്യനായി കാണപ്പെട്ടു. But he was like unto man, but without sin. He was without sin. സകല മനുഷ്യർക്കും ഉണ്ടാകുന്ന ദുഃഖവും വേദനയും നമ്മുടെ യേശു ക്രിസ്തുവിനും ഉണ്ടായിരുന്നു. Jesus Christ, he had all the pains which man endures today. എന്നാൽ അവന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ തന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. Because we have to be redeemed, he shed his own blood on Calvary for us. അപ്രകാരം തന്റെ സ്വന്തം പുത്രനെ പിതാവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവനാകുന്നു. And God the Father, he gave his only begotten Son for our sake. ആകയാൽ അവനോട് കൂടെ ഈ ഭൂമിയിൽ ജീവിക്കും കാലമൊക്കെയും നമുക്ക് വേണ്ടിയതെല്ലാം ദൈവം ദാനമായി നൽകിക്കൊണ്ടേ ഇരിക്കുന്നു. So on this earth, when we live along with him, he provides all things and freely with it. ഒരിക്കൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചു. Once upon a time, the Spirit of the Lord spoke with me like this. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു, കർത്താവേ, നിന്റെ ജനത്തിന് നീ നന്മ ചെയ്യണമേ, നിന്റെ ജനത്തിന് നീ നന്മ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. I was praying like this, Lord, shower your blessings upon your people. Show your goodness upon your people. ഞാൻ കൂടുതലും ഉദ്ദേശിച്ചത് അവരുടെ ഭൗമിക ആവശ്യങ്ങളുടെ മുഖത്ത് ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുകയായിരുന്നു. I was concentrating on their needs and their literal supply. തുടർന്ന് ഞാൻ അവരുടെ ആത്മിക നന്മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. And continually I started praying for the people's spiritual needs too. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവനോട് പ്രകാരം സംസാരിച്ചു. And the Spirit of the Lord then spoke to me like this. നീ എന്ത് നന്മയാകുന്നു ഉദ്ദേശിക്കുന്നത് എന്നോട് ചോദിച്ചു. What goodness are you referring? കർത്താവേ, ആത്മികമായും ഭൗമികമായും എത്രയോ നന്മകൾക്ക് വേണ്ടി നിന്റെ ജനം കാത്തിരിക്കുന്നു. ആകയാൽ നീ തുടർന്നും നന്മ ചെയ്യണമേ എന്ന് ഞാൻ അതേ പ്രാർത്ഥിച്ചു. I was praying like this, Lord, your people are waiting for many spiritual and little blessings, so open the doors of blessing. അപ്പോൾ ഒരു ശബ്ദമായി ഞാൻ കേൾക്കുകയാണ്, ഞാൻ അല്ലാതെ മറ്റൊരു നന്മ ഉണ്ടോ? And then I heard a voice, is there any goodness without me? ഞാൻ അല്ലാതെ മറ്റൊരു നന്മ നിനക്ക് ഉണ്ടോ? Without me, do you have any goodness? Or do you have any benefit? അതുവരെയും ഞാൻ അത്രമാത്രം ആ വചനത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. Till then, I did not think of the meaning of that word. അപ്പോൾ ആ വചനം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. But that word came to my memory again. 16-ാം സങ്കീർത്തനം 2-ാം വാക്യം. Psalm 16 and the 2nd verse. നീ എൻ്റെ കർത്താവാകുന്നു, You are my God. നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. My goodness extendeth not to thee.
ദാവീദ് അപ്രകാരം ദൈവത്തോട് പറയുകയാണ്, And David spoke to the Lord like this, in this manner. നീ എൻ്റെ കർത്താവാകുന്നു, Thou art my God. നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. Without you, I have no goodness at all. ഇന്ന് രാത്രിയിൽ ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നല്ല ദാനമായി, നമ്മുടെ നന്മയായി പിതാവാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. Yes, tonight, the God the Father has given to us the gift, the Lord Jesus Christ himself to us. ഭൗമികമായ നന്മകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവരെ, Those who are running after literal or physical blessings. ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ പ്രമാണങ്ങളെയും മറന്ന് ജീവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? If there is one person who have forgotten the word of God, forgotten the commandments of the Lord, നിലനിൽക്കാത്തതും നശിച്ചു പോകുന്നതുമായ ഭൗമികമായ നന്മകളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവ മക്കൾ ഉണ്ടോ? are there people of God, those who are going after material things, perishable things, not permanent things? എല്ലാവരോടുമായി ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, The Spirit of the Lord communes with all here. ഞാൻ നിന്റെ കർത്താവാകുന്നു, I am your God. ഞാൻ നിനക്ക് നന്മ ആകുന്നു, I am your very goodness. ഞാൻ ഒഴികെ ഒരു നന്മയും നിനക്ക് ഇല്ല. Without me, there is no goodness for you. അതെ, ദൈവം നമുക്ക് ധനമായി നൽകിയിരിക്കുന്ന ഈ വലിയ നന്മയ്ക്കായി നാം ഒരു ഹല്ലേലൂയ ശബ്ദം മുഴക്കിക്കാട്ടെ. Hallelujah. ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ നന്മയും ദാനവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. The very biggest blessing, the gift God has given us is the Lord Jesus Christ ഈ himself. നന്മ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ മറ്റൊരു നന്മയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കുകയില്ല. If we have enjoyed this goodness, we will not go after any other goodness. എന്നാൽ ഈ നന്മയായ യേശു ക്രിസ്തു മുഖാന്തരം അനേകം നന്മകൾ, ആത്മിക നന്മകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. Through Jesus Christ, this goodness, we receive many spiritual blessings continually. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും വലിയ ദാനമായി നന്മയായി വിശ്വസിച്ച് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നവരെ, Those who believe that Jesus is the very goodness and he's the very goodness in my life. നീ ഇന്ന് ക്രിസ്തുവിന്റെ മാർഗത്തിൽ കൂടെ ആകുന്നുവോ ജീവിക്കുന്നത്? Are you living in that very path of Christ today? ക്രിസ്തുവിന്റെ മാർഗം എന്താകുന്നു? What is the way of Christ? അത് സമ്പൽ സമൃദ്ധിയുടെ മാർഗമാണോ? Is it a path of prosperity? അത് ഭൗമികമായ നന്മകളുടെ മാത്രം മാർഗം ആണോ? Is it a way only filled with the literal goodness? നീ ലോകത്തിന്റെ നന്മകളുടെ പിന്നാലെ നീയും നിന്റെ ഹൃദയവും ഓടിക്കൊണ്ടിരിക്കുകയാണോ? Is your heart running after the world and the things of the world? അപ്രകാരം നീ ജീവിച്ച് നീ ദൈവത്തോടുള്ള ബന്ധവും ആരാധനയും മുടക്കി കളയുന്നുണ്ടോ? Are you going after the things, the goodness of the world, and are you missing your worship services? ഇന്ന് പല ദൈവജനങ്ങളും ഭൗമികമായ നന്മകളുടെ പിന്നാലെ സമൃദ്ധിയുടെ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. Today many people of God are going after the worldly goodness and prosperity. ഒരു സത്യം നിങ്ങളോട് തുറന്നു പറയട്ടെ. One truth, let me tell you publicly. ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് അത് ധനത്തിന്റെ മാർഗമല്ല. Way of Christ is not a path of riches. ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് അത് സമ്പൽ സമൃദ്ധിയുടെ മാർഗമല്ല. A way of a Christian is not a way of prosperity. ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് അത് ലോകത്തിലെ സുഖങ്ങളുടെ മാർഗമല്ല. The path of a Christian is not a path of pleasure. ക്രിസ്തുവിന്റെ മാർഗം എന്നത് അത് സ്ഥാനമാനങ്ങളുടെ മാർഗമല്ല. Christianity, his way is not a way for name and fame. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും വലിയ നന്മയായി ദാനമായി അംഗീകരിച്ചിരിക്കുന്നവരെ, Those who have received Jesus as your own goodness in your life. നീ യഥാർത്ഥ ക്രിസ്തു മാർഗത്തിൽ കൂടെ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, If you want to go in that very path Christ has ordained for you. ഇന്ന് പല ക്രൈസ്തവ സഭകളിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭൗമികമായ സമൃദ്ധിയുടെ അനുഭവത്തെ, ആ ആഗ്രഹത്തെ വിട്ട് നീ ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി വരിക. As you see many abundance in the church, many of the churches, you leave that and come behind the Lord. പിന്നെയോ ക്രിസ്തുവിന്റെ മാർഗം എന്താകുന്നു? And what
what is this way of Christ? അത് സ്നേഹത്തിന്റെ മാർഗമാണ്. It is a way of love. അത് വിശ്വാസത്തിന്റെ മാർഗമാണ്. It is the way of faith. അത് കഷ്ടതയുടെയും മാർഗമാണ്. It is the path of suffering. നമ്മുടെ യേശു കാൽവറി ക്രൂശിൽ അവൻ യാഗമായി തീർന്നത് നമ്മോടുള്ള സ്നേഹം നിമിത്തം. Our Jesus Christ, he became a sacrifice on Calvary. It is only because of his love upon us. തന്റെ കാൽവറി ക്രൂശ് യാഗത്തിൽ നമുക്ക് രണ്ട് സ്വഭാവങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. On Calvary, and because of his sacrifice, we can learn two things of his love. ഒന്ന് നമ്മോടുള്ള അവന്റെ സ്നേഹം. Firstly, the love which he showed upon us. രണ്ട് നമ്മോടുള്ള അവന്റെ ക്ഷമ. Secondly, the forgiveness or patience which he has on us. യഥാർത്ഥ ക്രിസ്തു മാർഗത്തിൽ വന്നിട്ടുള്ളവർ As those who have come in the right path of Christianity, ഈ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മാർഗത്തിൽ കൂടെ കടന്നു പോകേണ്ടതാകുന്നു. you have to tread this path of love and path of forgiveness. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടം സഹിച്ചുവെങ്കിൽ Our Jesus Christ, if he suffered sufferings in his life, തന്നെ പിൻപറ്റുന്നവർക്കും ഈ കഷ്ടതയുടെ മാർഗമാകുന്നു ദൈവം അനുവദിക്കുന്നത്. those who follow him, God is giving, he's showing the path of suffering. നീ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാകുന്നുവെങ്കിൽ, If you are a child of God, saved by the Lord, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, if you are a person worshiping God in the Spirit, having received the Holy Spirit, നീ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, if you worship God joyfully, അറിഞ്ഞോ നീ ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യാതെ അനേകം കഷ്ടതയുടെ പാതകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. whether you like it or dislike it, many paths of sufferings will come on our way. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? Why does it come on our way? നമ്മുടെ യേശു നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. Because our Jesus loves us. അതേ ക്രിസ്തുവിന്റെ മാർഗം അത് കഷ്ടതയുടെ മാർഗമാണ്. The path of Christ, path of Christianity, is a path of suffering. ആകയാൽ നിങ്ങൾ ലോകത്തിന്റെ പിന്നാലെ ഓടരുത്. So you should not run after the world. നിങ്ങൾ പണത്തിന്റെ പിന്നാലെ പോകരുത്. You should not go after the money. ഈ ലോകത്തിന്റെ ധനത്തിന്റെ പിന്നാലെ പോകരുത്. You should not go after the riches of the world. അല്ല, ക്രിസ്തുവിന്റെ പിന്നാലെ പോകുക. Run after Christ. ക്രിസ്തു തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് എന്താകുന്നു പറഞ്ഞത്? What did Jesus say to the disciples who followed him? ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ If any man tries to follow me, അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. let him deny himself, taking up the cross and follow me. ഞങ്ങൾ വിശ്വാസത്താൽ ഞങ്ങളുടെ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. By faith we follow our Jesus. നിങ്ങളും അനേകരും അപ്രകാരമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. And I believe that you also follow Jesus in the same manner. അത് യേശു ഇന്ന് രാത്രിയിൽ വീണ്ടും വിളിച്ചു പറയുകയാണ്. Yes, Jesus, he is calling you tonight. ആരെങ്കിലും എന്റെ പിന്നാലെ പൂർണ്ണമായി വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, If any man wants to come after me boldly, അവൻ തന്നെത്താൻ ത്യജിക്കട്ടെ. let him deny himself. എന്താണ് തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ? What do you mean by denying your own self? അതെ, തന്റെ സ്വന്തം ഇഷ്ടം ത്യജിക്കട്ടെ. You should deny your own self-will. തന്റെ ലോകത്തിൽ താൻ ആഗ്രഹിക്കുന്ന സുഖങ്ങൾ ത്യജിക്കട്ടെ. The pleasure which you expect in the world, you should deny it. തങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളും മാനങ്ങളും ത്യജിക്കട്ടെ. You should disown the name and the fame which you go after. പിന്നെയോ തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. After that, taking up the cross, his own cross, and follow me. ഇതാ സ്വർഗത്തിൽ നിന്നും നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഏറ്റവും നല്ലതും വലിയതുമായ ദാനം. Beloved, this is the great and the first and the biggest goodness which came from heaven. അവൻ നമ്മുടെ നന്മ ആകുന്നു. And he is our goodness. അവൻ മുഖാന്തരം നമുക്ക് സകല നന്മകളും ഉണ്ട്. Through him we enjoy many blessings. അവൻ മുഖാന്തരം സകല ആത്മീക നന്മകളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുന്നു. And through him we receive many spiritual benefits of gifts. രണ്ടാമത് ദൈവം തന്റെ ജനത്തിന് നൽകുന്ന നന്മ ഏതാകുന്നു? Secondly, what is the gift which God gives to his people? എന്നും നാം നമ്മുടെ നാവ് കൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അതേ കൃപ ദൈവത്തിന്റെ കൃപയാകുന്നു. And the second gift which God is giving us is the grace which we experience today. നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ, The grace. അതിന്റെ ആഴം, അതിന്റെ വലിപ്പം എത്രയാകുന്നു? The height and the depth, the grace of God which God has revealed upon us, how great it is. നാം കരുണയെന്നും ദയയെന്നും ഒക്കെയും പറയുന്നു, അത് നാം അനുഭവിക്കുകയും ചെയ്യുന്നു. We call it compassion
a mercy of the Lord and we experience them. എന്നാൽ കരുണയേക്കാൾ ദയയേക്കാൾ ഒക്കെയും വലുതാകുന്നു അവന്റെ കൃപ. But the grace of God is exceedingly great, more than the mercy and the compassion നാം of ഒരു God. കാലത്ത് പാപികൾ ആയിരുന്നു. Once upon a time we were sinners. നാം ഒരു കാലത്ത് ദ്രോഹികൾ ആയിരുന്നു. Once upon a time we were traitors. നാം ഒരു കാലത്ത് ദൈവത്തിന്റെ ശത്രുക്കൾ ആയിരുന്നു. Once upon a time we were enemies to the Lord. എന്നാൽ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. But now the grace of God has come upon us. ദൈവം നമ്മോട് കൃപ കാണിച്ചു. The Lord has showed grace upon us. മനസാക്ഷി യുഗത്തിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. The man who was living in the conscience period, Noah, he found favor in the sight അത് of the Lord. ന്യായപ്രമാണ യുഗത്തിൽ ദാവീദിന് ദൈവത്തിന്റെ കൃപകൾ ലഭിച്ചു. In the dispensation of law, David received the mercies of God. അതേ സങ്കലന യുഗത്തിൽ മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. In the dispensation of transition, Mary received the grace of God. പുതിയ നിയമത്തിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവത്തിന്റെ സകല കൃപകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. The church of God, which is seen in the dispensation of grace, it is receiving the manifold grace of God. ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ധാരാളം ദൈവകൃപ ലഭിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. First century people of God, we see that they received all the manifold grace of God. നമ്മുടെ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുന്ന അതേ ഏറ്റവും വലിയ ദാനമാകുന്നു. The grace of God which God gives us, it is the highest or the huge or lofty blessings. ഏറ്റവും വലിയ ദാനവും നന്മയുമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം ഈ കൃപ നമുക്ക് ലഭിച്ചു. These graces we receive through the very great blessing, the goodness, Jesus Christ. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. We are saved through grace. ദൈവത്തിന്റെ കൃപയാൽ ജലസ്നാന സത്യം അത് ഗ്രഹിച്ചു, അത് അനുസരിപ്പാൻ നമ്മിൽ അനേകർക്ക് കൃപ ലഭിച്ചു. We understood the doctrine of water baptism through the grace of God, and God gave us grace to follow it. ദൈവത്തിന്റെ കൃപയാൽ അത് നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. Through the grace of God, we have received the Holy Spirit. ദൈവത്തിന്റെ കൃപയാൽ ഈ അപ്പോസ്തോലിക ഉപദേശം നമുക്ക് ലഭിക്കപ്പെട്ടു. Through the grace of God, these apostolic doctrines are given us. ദൈവത്തിന്റെ കൃപയാൽ ഈ സത്യ കൂട്ടായ്മ നമുക്ക് ലഭിച്ചു. Through the grace of God, the fellowship of the truth is given us. ദൈവത്തിന്റെ കൃപയാൽ ഈ വിശുദ്ധിയുടെയും ജയത്തിന്റെയും ഉപദേശം പൂർണ്ണതയുടെയും ഉപദേശം നമുക്ക് ലഭിച്ചു. Through the grace of God, this truth of perfection and the truth of overcoming life is given to us through God's grace. ഇത് നമ്മെ ഇപ്പോൾ തന്റെ കൃപയിൽ നിർത്തിയിരിക്കുന്നു. Now he has made us to stand on the grace of God. ഇന്ന് സാക്ഷാൽ ദൈവജനം ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയിലും കൃപയാലുമാകുന്നു. It is only to the pure grace of God the people of God live on this earth. അതെ, നമ്മെ കൃപയിൽ നിർത്തിയിരിക്കുന്നു. Yes, he has made us to stand on the grace of God. നാം കൃപയാൽ ജീവിക്കുന്നു. Through the grace of God we survive. ആ കൃപ നമ്മെ താങ്ങുന്നു. The grace of God upholds us. ആ കൃപ നമ്മെ വഹിക്കുന്നു. The grace of God upholds us. ആ കൃപ നമ്മെ ചുമക്കുന്നു. The grace of God bears us. ആ കൃപ നമ്മെ മണവാളനായ ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. That grace of God is preparing us as a bride for the bridegroom Jesus. ആ കൃപ നമ്മെ പുതിയ യെരൂശലേമിലും സിയോനിലേക്കും കൊണ്ടുപോയി എത്തിക്കുന്നു. That grace of God takes us and makes us reach that Zion and New Jerusalem. നമുക്ക് ലഭിച്ച കൃപ അതിമനോഹരമാകുന്നു. The grace of God which God has bestowed upon us is so great and നമുക്ക് immense. ലഭിച്ച കൃപ അത് എത്രയും വലുതാകുന്നു. How great the grace God has shown upon us. ഹല്ലേലൂയ. Hallelujah. അതെ, ഒരു നിമിഷം പോലും ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്ക് ജീവിപ്പാൻ സാധ്യമല്ല. Yes, we can never live. It is very impossible for us to live even 1 minute without God's grace. മഹത്വത്തിൽ പ്രവേശിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ പാസ്റ്റർ ടി.യു. തോമസ് ഇപ്രകാരം പറയുമായിരുന്നു. Our honorable Pastor T.U., who passed into glory, he would say like this. നമ്മുടെ സ്വന്തം ശക്തിയാലും ബലത്താലും നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. We cannot do anything on our own effort, on our own strength and might. അത് നമുക്ക് ലഭിച്ച നമ്മുടെ കഴിവിനാലോ നമ്മുടെ ശക്തിയാലോ നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവിൽ പോകുവാൻ സാധ്യമല്ല. Through our skill or ability, we can never be caught up in the coming of the Lord. അത് കൃപയാൽ ഞാൻ അവനെ കാണും. Through the grace of God, I will see him. കൃപയാൽ ഞാൻ അവനോട് കൂടെ ചേർത്ത് കൊള്ളപ്പെടും. By grace, I will be gathered when he comes. ആ
അവന്റെ അളവറ്റ കൃപയാൽ ഞാൻ പുതിയ യെരൂശലേമായി സിയോനായി മാറും. Through his immeasurable grace, I will become New Jerusalem and Zion. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ച ദൈവത്തിന്റെ ജനമേ, People of God who receive the grace of God tonight, ഈ കൃപയിൽ നിന്ന് നീ വീണു പോകരുത്. you should not fall from the God's grace ഈ upon you. കൃപയെ നീ നഷ്ടപ്പെടുത്തരുത്. You should not frustrate the grace of God on നീ you. ഈ കൃപയിൽ വളർന്നു വരേണം. You should grow and increase in നീ God's grace. എല്ലായ്പ്പോഴും കൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളേണം. You should always keep beseeching for the നീ grace of God. ദിവസവും ഈ കൃപ പ്രാപിച്ചു കൊള്ളേണം. Every minute you should keep receiving God's grace. അങ്ങനെ മണവാളനായ ക്രിസ്തുവിന്റെ മുൻപാകെ നിൽക്കുവാൻ യോഗ്യരായി തീരണം. Only then you will be made worthy to stand before the bridegroom Jesus. അടുത്തത് നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ ദാനം, The next God's gift upon ആ us. ശ്രേഷ്ഠമായ ആത്മിക ദാനം എന്താകുന്നു? What is the next spiritual gift upon us? രക്ഷ എന്നുള്ളതാണ്. Salvation. ദൈവത്തിന് സ്തോത്രം. Praise be to the name of the Lord. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. We read that in Ephesians chapter 3 and verse 7. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം 2-ന്റെ 7-ാം വാക്യം. 2 verse 7. Ephesians 2 verse 7. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. For by grace are ye saved through faith. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. For by grace are ye saved through faith, and that not of yourselves, it is a gift of God. അതിനും നിങ്ങൾ കാരണമല്ല, And that it is not of yourself, ദൈവത്തിന്റെ ദാനമത്രേ. it is the gift of God. നാം ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണ്. Majority of people seated here are people of God, saved. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, People of God, those who have received salvation. നാം രക്ഷിക്കപ്പെടുവാൻ, വീണ്ടും ജനനം പ്രാപിക്കുവാൻ എപ്രകാരം സാധിച്ചു? For us to be born again, for us to repent or receive salvation, how was it possible? കൃപയാലാകുന്നു ഈ രക്ഷ നമുക്ക് ലഭിച്ചത്. We receive the salvation only by grace. എന്നാൽ ഈ കൃപയാലുള്ള രക്ഷ അത് ദൈവത്തിന്റെ ദാനം ആകുന്നു എന്ന് ഇവിടെ നാം വായിക്കുന്നു. Here it is written that the salvation which we receive through grace, it is only the gift of God. നാം രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്നു. We are saved people of God. നാം രക്ഷിക്കപ്പെട്ട് നാം അതിനുശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. We are saved and we have received the Holy Spirit. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ When we read in the Word of God, മാനസാന്തരത്താൽ രക്ഷിക്കപ്പെടും എന്ന് വായിക്കുന്നു. through repentance you should get saved. ജലസ്നാനത്താൽ രക്ഷിക്കപ്പെടുന്നു എന്ന് നാം വായിക്കുന്നു. It is written they are saved through water baptism. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് നാം വായിക്കുന്നുണ്ട്. He that is baptized and believe will be saved, the Word of God says. അതെ, പരിശുദ്ധാത്മാവിനാൽ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. We have received salvation through the Holy Spirit. ദൈവിക രോഗശാന്തി അനുഭവിക്കുന്നതിനാലും നമുക്കൊരു രക്ഷയുണ്ട്. We receive salvation by experiencing the divine healing of God. അതേ, കഷ്ടതയാലുള്ള വിശുദ്ധീകരണത്താൽ നമുക്കൊരു രക്ഷയുണ്ട്. We receive salvation through the sanctification which is wrought through suffering. സമ്പൂർണ്ണ രക്ഷയ്ക്ക് അനേകം പടികൾ ഉള്ളതായി നാം കാണുന്നുണ്ട്. We can see for entire sanctification there are many steps. എന്നാൽ നാം പ്രാപിക്കുന്ന ഈ രക്ഷയുടെ അനുഭവങ്ങൾ എല്ലാം തന്നെ, But all the steps of salvation which we receive, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാകുന്നു. all these are with the very gift of God. അവസാനമായി നമുക്കൊരു രക്ഷ ഇനിയും പ്രാപിക്കുവാനുണ്ട്. And finally we are ought to receive salvation. അത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന അന്ത്യ രക്ഷയാകുന്നു. And that is the last salvation, the redemption of our soul ഈ body. അന്ത്യരക്ഷയും ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. This last salvation also God is providing as a gift to us. നമ്മുടെ യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയുണ്ടായി, Our Jesus told his disciples in this manner, നിങ്ങൾ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. you should endure till the very end. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. The person who endures till the very end, he will be saved. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? What do you mean by that? ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ, In the sinful world we have a salvation. നിത്യനാശത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ, For the eternal perished
judgment, we have a salvation. അഥവാ നിത്യനരകത്തിൽ നിന്ന് നിത്യ മരണത്തിൽ നിന്നും നമുക്ക് രക്ഷ. From eternal death, we receive a salvation. അതെ, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ അന്ത്യ രക്ഷ. The last salvation, which is the redemption of our body. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ നാം പ്രാപിക്കുന്ന രക്ഷ. The salvation in which we will never get destroyed or damned at all. ആകയാൽ മാനസാന്തരമാകുന്ന രക്ഷ മാത്രമല്ല, Not only the salvation which is called the സകല repentance, രക്ഷകളുടെയും സകല രക്ഷയുടെ അനുഭവങ്ങളും ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാകുന്നു. all the steps of salvation, all of them are gift of God and we should experience them. അടുത്തത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അത് ദൈവത്തിന്റെ ദാനമാകുന്നു. Nextly, the power of the Holy Spirit of God, that is also God's gift. ഇവിടെ ഇരിക്കുന്നവരിൽ അനേകർ പരിശുദ്ധാത്മാവിനെ അന്യഭാഷ അടയാളത്തോടുകൂടെ ദൈവശക്തിയോടുകൂടെയും പ്രാപിച്ചവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that many of you here have received the Holy Spirit with a sign of speaking in unknown tongues. ഇത് ദൈവത്തിന്റെ ഒരു വലിയ ദാനമാകുന്നു. This is a very great gift from നമ്മുടെ God. കർത്താവായ യേശുക്രിസ്തു ഏറ്റവും വലിയ ദൈവത്തിന്റെ ദാനം. Our Jesus Christ is the very big, great goodness of God. കൃപ എന്നത് ദൈവത്തിന്റെ മറ്റൊരു ദാനം. Grace is another gift which God gives us. രക്ഷ എന്നത് ദൈവത്തിന്റെ മറ്റൊരു ആത്മീയ ദാനം. Salvation is another spiritual gift God provides for us. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നുള്ളത് മറ്റൊരു ആത്മീക ദാനമാകുന്നു. And Holy Spirit is another spiritual gift God gives to us. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 നാം വായിക്കുമ്പോൾ, When you come to Acts of the Apostles chapter 2 and verse 38, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. and you will receive the gift of the Holy Ghost. ഇന്ന് ഇവിടെ പരിശുദ്ധാത്മാവെന്ന ദൈവത്തിന്റെ ദാനം പ്രാപിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? If there is a person here who has not received the gift of the Holy Spirit, ഈ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ ദാനത്തെ പ്രാപിച്ചവർക്ക് എത്രയോ അനുഗ്രഹങ്ങൾ അത് മുഖാന്തരം ഉണ്ട്. through the gift of the Holy Spirit, we can experience many blessings of God. ഈ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു കഴിയുമ്പോൾ, After we receive the Holy Spirit on us, ആത്മാവിൽ നിറഞ്ഞു നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ, when we speak in tongues and in the Spirit, നമുക്ക് ആത്മിക വർധനവ് പ്രാപിക്കുവാൻ സാധിക്കുന്നു. and we are able to we receive an exaltation within us. ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്നു. We are able to commune with the Lord. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിപ്പാൻ സാധിക്കുന്നു. We are able to speak mysteries with God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയുന്നു. We are able to obey God and live. പരിശുദ്ധാത്മ ശക്തിയാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ജയിക്കുവാൻ സാധിക്കുന്നു. Through the power of God, we are able to destroy the deeds of the body. ഈ പരിശുദ്ധാത്മ ശക്തിയാൽ സകല ദുഷ്ടശക്തികളെയും ജയിക്കുവാൻ സാധിക്കുന്നു. Through the power of God, we are able to overcome all many wicked powers. ഈ പരിശുദ്ധാത്മ ശക്തിയാൽ ഒരു ജയജീവിതം ചെയ്യുവാൻ സാധിക്കുന്നു. Through the power of the Holy Spirit, life of overcoming life is possible. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും വഴി നടത്തുമെന്ന് പറയുന്നു. When the Spirit of truth comes, He will teach you into all truth. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് പറയുന്നു. It is written, He will come and teach you of judgment and of righteousness. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ, When Jesus Christ appears in the mid-air, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കേണ്ടുന്നതിന്, those who are dead in Christ will rise up first. ക്രിസ്തുവിൽ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കേണ്ടതിന്, Those who are alive in Christ, that they may transform. ഈ പരിശുദ്ധാത്മ ശക്തി നമുക്ക് മുഖാന്തരമാകുന്നു. The Holy Spirit is a prerequisite for that. ആകയാൽ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, If there is a person who has not received the gift, the Holy Spirit, എത്രയും വേഗം കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക. you should tarry, and at the earliest you should receive the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. You should receive the Holy Spirit and speak in tongues and be filled in the Spirit and worship God and glorify Him. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വീണ്ടും പറയുന്നു, Apostle Paul again, he quotes like this: ഞങ്ങൾ പ്രസംഗിക്കുവാൻ പ്രാപ്തരല്ല, we are not worthy to preach. ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങൾ പ്രാപ്തരല്ല, We don't have power, ability to work miracles. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതിന് ഞങ്ങൾ പ്രാപ്തരല്ല. We don't have power to perform miracles and signs when we pray. അതെ, ഞങ്ങൾക്ക് ഒന്നിനും ഒരു പ്രാപ്തിയുമില്ല. We don't have any worthiness at all. എന്നാൽ ദൈവം ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. But God has made us able ministers of the New Testament. 2 കൊരിന്ത്യർ 3:5 വായിക്കുമ്പോൾ, 2 Corinthians chapter 3 and verse 5. ഈ പ്രാപ്തി
സ്വയമായി സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല. We do not have the sufficiency, or we do not think that we have the ഞങ്ങൾക്ക് sufficiency. സ്വയസിദ്ധമായി യാതൊരു കഴിവുമില്ല. We don't have any skill on our own. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാകുന്നു. If we perform anything, it's only through the grace of അതെ, God. ദൈവം ഞങ്ങളെ അതിന് പ്രാപ്തരാക്കുകയാണ്. God makes us sufficient, able people. സ്വയമായി ഞങ്ങൾ പ്രാപ്തരല്ല. And on our own, we have no ഞങ്ങളുടെ sufficiency. പ്രാപ്തിയോ ദൈവത്തിന്റെ ദാനമാകുന്നു. Our sufficiency is of God. ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഉപദേശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പാടുന്നതും എല്ലാ ശുശ്രൂഷകൾ ചെയ്യുന്നതും അത് ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കുന്നതും മുഖാന്തരമാകുന്നു. Our singing, our praying, our preaching, and on reading the Bible, everything, it is only because of the sufficiency given to us of God. ആർക്കെങ്കിലും വല്ല കഴിവും മിടുക്കും ഉണ്ട് എന്ന് ആരും വിചാരിക്കരുത്. Nobody of you should think that you are able, that you have a skill within you. പ്രസംഗിക്കുവാൻ നമുക്ക് കഴിവ് ഇല്ല. We don't have skill to preach. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ നമുക്ക് കഴിവോ പ്രാപ്തിയോ ഇല്ല. We don't have the skill or ability to do something or the other. പിന്നെയോ അത് ദൈവത്തിന്റെ കൃപയും ദൈവം നമുക്ക് ദാനമായി നൽകുന്ന പ്രാപ്തിയുമാകുന്നു. But how do we do that? It is through the grace of God and through the sufficiency of God. മറ്റൊന്ന്, ദൈവം തന്റെ സഭയ്ക്ക് ചില മറ്റൊരു ദാനങ്ങളെ കൊടുക്കുന്നു. And secondly, God gives some other gifts to His church. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ When you come to Ephesians chapter 4, സഭയുടെ ആത്മീയ വർധനയ്ക്കും ദൈവസഭയുടെ പൂർണ്ണതയ്ക്കും വേണ്ടി അതേ ചില ശുശ്രൂഷകരെ ദൈവം ദാനമായി കൊടുക്കുന്നു. for the perfecting of the church, for the work of the ministry, God gives many gifts to the church. ദൈവ സഭയുടെ ആത്മീക പുരോഗതിക്കും ആത്മീക പൂർണ്ണതയ്ക്കും വേണ്ടി ഇതാ ദൈവം ശുശ്രൂഷകരെ ദാനമായി കൊടുക്കുന്നു. For the perfecting of the church, for the work of the ministry, God provides many gifts for the church. ഞങ്ങൾ ഇന്ന് ശുശ്രൂഷകരായി ഇവിടെ നിൽക്കുന്നുവെങ്കിൽ, We are standing here, as we stand here as servants of ഞങ്ങൾ God. ശുശ്രൂഷകരായി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ, If we serve God as servants of God here, ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ദാനമായി നൽകിയിരിക്കുന്നവരാണ്. we are the very gifts of Christ which God has given for you, the church. ആകയാൽ ഞങ്ങളും ദൈവത്തിന്റെ ദാനമാകയാൽ So we are the gifts of God for you. ഈ ദാനങ്ങളെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിയിരിക്കുന്നു. You should think of all these gifts and you should keep praising the Lord. ദൈവസഭയ്ക്ക് അനേകം ദാനങ്ങളെ കൊടുക്കുമ്പോൾ When God gives many gifts to His church, ദൈവസഭയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി for the perfecting of the church of സഭ God, ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരേണ്ടതിന് that വേണ്ടി, the church should become the bride of Christ, ദൈവസഭ പുതിയ യെരൂശലേം സിയോനായി തീരേണ്ടതിന് വേണ്ടി, that the New Testament church should become New Jerusalem and ദൈവം Zion. ചില ഉദ്യോഗസ്ഥരെ ആത്മീക ഉദ്യോഗസ്ഥരെ സഭയ്ക്ക് കൊടുക്കുകയാണ്. God has given many spiritual officers in the church. അവരെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നു. They are called apostles. അതേ, പ്രവാചകന്മാർ ആ കൂട്ടത്തിലുണ്ട്. They are called prophets. അവർ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരുമാകുന്നു. And they are called pastors, teachers, and evangelists. ഓരോരുത്തർക്കും ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ദൈവം അവരെ ശുശ്രൂഷയിൽ അവരെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു. According to the grace, measure of grace upon them, God is sustaining them in the ministry. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സകല ദാനങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് മഹത്വം കൊടുക്കുക. So, beloved, pondering on all the goodness of the Lord upon our church, we should keep praising the Lord. മറ്റ് രണ്ട് ദാനങ്ങളെ കുറിച്ചുകൂടെ ഞാൻ പറഞ്ഞതിന്റെ വാക്കുകളെ ഞാൻ I അവസാനിപ്പിക്കട്ടെ. will tell you about another two more gifts and conclude. ഇതുവരെയും ഞാൻ പറഞ്ഞത് ഭൂമിയിൽ ദൈവജനം ജീവിക്കുമ്പോൾ ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്നും കൊടുക്കുന്നതായ ആത്മീക സ്വർഗീയ ദാനങ്ങളാകുന്നു. Till now, I was just explaining all the literal or the spiritual blessings God gives us when we are right here on this earth. എന്നാൽ ഇനിയും നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ചില ദാനങ്ങൾ കൂടെ ഉണ്ട്. There are some of spiritual blessings which we have to receive hereafter. 2 കൊരിന്ത്യർ 3:18 നാം വായിക്കുമ്പോൾ 2 Corinthians 3 and verse 18, when we read that, ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് എന്ന് നാം വായിക്കുന്നുണ്ട്. we see that the glory of God as a gift given to us. ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായിരിക്കുന്ന തേജസ് We receive God's glory, which is the gift of God for us. നമുക്ക് ലഭിക്കുവാൻ നാം പ്രാപിക്കുവാൻ പോകുന്ന തേജസ് അത് ദൈവത്തിന്റെ ദാനമാകുന്നു. The glory which God is going to give us, it's the gift of God for us. ഈ തേജസ് എങ്ങനെ നമുക്ക് ലഭിക്കുന്നു? How do we receive this grace for us? തേജസ്സിന്റെ ആത്മാവിനെ പ്രാപിച്ച് How do we receive this glory? Receiving the spirit of ഈ glory. ഭൂമിയിൽ പരിശുദ്ധമായും ജയജീവിതവും ചെയ്ത് We should live a holy life and a victorious life on this earth. അതെ, അങ്ങനെ ജീവിക്കുന്നവർ ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടവരും ദൈവ തേജസ്സിനാൽ മൂടപ്പെട്ടവരുമായിരിക്കും. Those who live like that, they are
are given God's glory and they will be covered with God's glory. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നീ പരിശുദ്ധമായി ജീവിക്കുന്നുവെങ്കിൽ, When you receive the Holy Spirit and when you lead a holy life, ഒരു വിശുദ്ധ ജീവിതവും ജയജീവിതവും ചെയ്യുന്നുവെങ്കിൽ, when you lead a holy life and a victorious life, പുതിയ യെരൂശലേമായി സിയോനായി നീ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, as you're getting prepared as New Jerusalem and Zion, ഇതാ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനാൽ നാം തേജസ്സിനാൽ നിറയപ്പെടുകയാണ്. behold, the Spirit, through the Spirit of God, we are filled with God's glory. മാത്രമല്ല, Not just that. ദൈവത്തിന്റെ തേജസ് നമുക്ക് ലഭിക്കണമെങ്കിൽ If we have to receive God's glory upon നാം us, നമ്മുടെ ദൈവത്തിന് വേണ്ടി കഷ്ടങ്ങളെയും സഹിക്കേണ്ടിയിരിക്കുന്നു. we have to endure sufferings for the Lord also. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ When we think of the glory which is going to come upon us, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറയുന്നു. Paul says the light affliction which is but for a moment, when we think of the eternal weight of glory awaiting us. 2 കൊരിന്ത്യർ 4:17 അത് വായിക്കുന്നുണ്ട്. We read that in 2 Corinthians chapter നമ്മിൽ 4 verse 17. വെളിപ്പെടുവാനുള്ള തേജസ് The glory which is awaiting us. അത് എത്രയും വലിയ തേജസ്സാണ്. How great and weighty is ആ that തേജസ് glory. ഞാനും നിങ്ങളും എങ്ങനെയാകുന്നു പ്രാപിക്കുന്നത്? How are we going to receive that exceeding glory? ആ തേജസ് പ്രാപിക്കാതെ ആ ദൈവത്തിന്റെ മഹാ തേജസ്സിൽ എങ്ങനെ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും? Unless we receive this glory, how can we enter into that exceeding eternal weight of glory? നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. And in that city, you don't need a sun or moon to give light. ദൈവ തേജസ് അവിടെ പ്രകാശിപ്പിച്ചു. There, the glory of God is shining all the ആ time. മഹാ തേജസ്സുള്ള സ്ഥലം നാം പ്രവേശിക്കണമെങ്കിൽ, For us to enter into that most glorious place, ഈ ഭൂമിയിൽ വെച്ച് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം. right in this earth, you should receive the Holy Spirit and you should be led by the Holy Spirit. നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ക്രിസ്തുവിന് വേണ്ടി നാമും കഷ്ടങ്ങളെ സഹിക്കണം. Christ who suffered for us, we should endure sufferings for him. അതെ, അങ്ങനെ കഷ്ടങ്ങളെ സഹിക്കുന്നില്ല എങ്കിൽ, If at all we do not suffer for him, ഇപ്പോൾ ക്രിസ്തു മഹത്വത്തിൽ വാഴുന്നത് പോലെ നമുക്കും മഹത്വത്തിൽ പ്രവേശിച്ച് വാഴുവാൻ സാധ്യമല്ല. as Jesus reigns in glory, we cannot reign in life and glory. ഒരിക്കൽ ദൈവാത്മാവിപ്രകാരം എന്നോട് ചോദിച്ചു, Once Spirit of God asked നീ me, മഹത്വത്തിൽ വാഴുന്ന ക്രിസ്തുവിനെയോ സ്നേഹിക്കുന്നത്? are you loving Christ who is reigning in glory? നീ ക്രൂശിക്കപ്പെട്ട കഷ്ടം സഹിച്ചവനായ യേശുവിനെയോ സ്നേഹിക്കുന്നത്? Are you loving Christ who is crucified and glorified on the cross? നീ മഹത്വത്തിൽ പ്രവേശിച്ച് നിത്യമായി വാഴണമെങ്കിൽ, If you have to enter eternity and live and reign there, നീ പ്രത്യാശയോടുകൂടി ജീവിച്ചാൽ മാത്രം പോരാ. not just enough if we live with this hope. ഞാൻ നിനക്ക് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ നീയും എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കണമെന്ന് സംസാരിച്ചു. The Spirit of God told me, as I suffered for you, you should also suffer for my sake. നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങളിൽ നിങ്ങൾ പതറിപ്പോകരുത്. You should not get stumbled through the light affliction upon you. പ്രിയ ദൈവജനമേ, Beloved people of God, അതെ, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ when you live on this earth, ഞാനും നിങ്ങളും ഈ ദുഷ്ടലോകത്തിലാകുന്നു ജീവിക്കുന്നത്. you and I are living in this present evil world. അത് കർത്താവ് തന്റെ ജനത്തോട് പറയുകയാണ്, God told his people like this. ലോകത്തിൽ നിങ്ങൾക്ക് സുഖമുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടില്ല. He did not say that you have pleasure on the world. ലോകത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. He did not tell you have luxury in the world. ലോകത്തിൽ നിങ്ങളെ സമ്പന്നരാക്കാമെന്ന് യേശു പറഞ്ഞിട്ടില്ല. God did not tell you that I will make you rich in the world. ഈ ലോകത്തിന്റെ ധനങ്ങളിൽ ആശ്രയം വെച്ചിരിക്കുന്നവരെ, Those who put their trust in the riches of the world, നിത്യതയിലെ സമ്പത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ, those who are looking after eternity, നിങ്ങൾ എല്ലാവരും ഓർത്തുകൊള്ളുവീൻ. all of you think on these things. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. Jesus said, you have tribulation in the world. എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ. Be of good cheer. കഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്. When you get tribulations, don't get discouraged. ശുശ്രൂഷകർക്ക് കഷ്ടങ്ങളുണ്ട്. Servants of God have tribulation. ദൈവജനങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. People of God have persecution. ശാരീരികമായ കഷ്ടങ്ങളുണ്ട്. You will have physical trouble. മാനസികമായി കഷ്ടങ്ങളുണ്ട്. Mentally, you will have tribulation. ഏത് കഷ്ടവും സന്തോഷത്തോടെ സഹിക്കണം. And any conflict, you have to endure it joyfully. നാം പ്രാപിപ്പാൻ പോകുന്ന തേജസ് വിചാരിക്കുമ്പോൾ, When we look at the weight of glory which awaits us, ഈ കാലത്തിലെ കഷ്ടങ്ങളെ കുറിച്ച് നീ വ്യാകുലപ്പെടരുത്. you should not groan or mourn for the present suffering. ഏതെങ്കിലും കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, If you go through any suffering, നമുക്ക് വേണ്ടി കഷ്ടത സഹിച്ചവനെ നാം ധ്യാനിച്ചു കൊള്ളണം. we should meditate on the one who suffered for us. അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, When we keep looking, beholding his face, അവങ്കിൽ നിന്നും തന്റെ കൃപ നമ്മുടെ മേൽ പകർന്നുകൊണ്ടേ ഇരിക്കും. the glory grace of God comes upon
നമ്മുടെ യേശുവിന്റെ മഹത്വപ്രഭയോട് അടുത്തിരിക്കുകയാണ്. We have come close to the appearing of our Jesus. അതെ, നിത്യതയിലെ ദാനം നാം പ്രാപിക്കണമെങ്കിൽ, If we have to receive the gift for the eternity, തേജസ്സാകുന്ന ദൈവത്തിന്റെ ദാനം നാം പ്രാപിക്കണമെങ്കിൽ, if we have to receive the gift, God's glory, നാം വിവിധ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകണം. we have to pass through many suffering. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. Tonight the Spirit of God is speaking with you. നീ കടന്നു പോകുന്ന പാതകൾ ദൈവത്തിന് നന്നായി അറിയാം. The path which you tread, God knows pretty well. നീ സഹിക്കുന്ന കഷ്ടങ്ങൾ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. The stuff which you endure, God knows it very നിന്റെ well. കുടുംബ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. You have family problems in your നിന്റെ home. ജോലി സ്ഥലത്ത് കഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. You have tribulations in your work നീ spot. അതിനെ ചൊല്ലി ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. You should not become burdened. You should not become ഇതാ യേശു sorrowful. ഇപ്രകാരം പറയുന്നു, Behold, Jesus tells me നിനക്ക് this. വേണ്ടി കഷ്ടം സഹിച്ച ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. I who suffered for you, I am with you. നിന്റെ കഷ്ടതയിൽ നീ തനിയെ അല്ല. You are not alone in your tribulation. നിനക്ക് വേണ്ടി കഷ്ടം സഹിച്ചവൻ നിന്നോടുകൂടെ ഇരിക്കുന്നു. The one who suffered for you is always with you. ഞാനാകുന്നു നിനക്ക് വേണ്ടി സകലവും സഹിക്കുന്നത്. I am the one who suffers for you. എന്റെ കൃപയോ അത് നിന്റെ മേൽ ഞാൻ പകർന്നുകൊണ്ടേ ഇരിക്കും. I am pouring my grace upon you. ഇത് മറ്റൊരു മനോഹരമായ ദാനത്തെ കുറിച്ച് നാം വായിക്കുന്നു. And we see another beautiful 2 gift. കൊരിന്ത്യർ 5:1 2 Corinthians 5 and verse 1. കൂടാരമായ വായിക്കാം. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്ന് നാം അറിയുന്നു. We have a building of God eternal in the heavens. ഇതാ ആ കെട്ടിടം ദൈവത്തിന്റെ ദാനമായ ആ നിത്യഭവനത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ, For us to enter into that eternal building of God in eternity, മുൻപേ നാം ചിന്തിച്ചതായ സകല ദാനങ്ങളും ഈ ഭൂമിയിൽ വെച്ച് നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊള്ളണം. all the gifts which I told you before in this world, as you are on this earth, you should receive them before. നിത്യയുഗങ്ങൾ പിതാവാം ദൈവത്തോടും പുത്രനാം ക്രിസ്തുവാകുന്ന മണവാളനോടും കൂടെ നാം വാഴണമെങ്കിൽ, If we have to reign in eternity with our God the Father and the Son Jesus ആ Christ, നിത്യഭവനത്തിൽ നിത്യമായി നാം അവരോടുകൂടെ വസിക്കണമെങ്കിൽ, if we have to live with Him in eternally, ദൈവം നമുക്ക് ഒരു നിത്യഭവനം ദാനമായി തരുവാൻ പോകുകയാണ്. God is going to give us an eternal building, a home of ആ God. ഭവനത്തിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു. That heavenly house work is going on now. അതെ, ഒരുപോലെ പണി നടക്കുകയാണ്. That work is going on. യഹോവ സിയോനെ പണികൊണ്ടിരിക്കുന്നു. The Lord is building up Zion. കർത്താവ് യെരൂശലേമിനെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. Our God is building up Jerusalem. സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഒരുപോലെ ആ പണി നടന്നുകൊണ്ടിരിക്കുന്നു. That work is going at the same time in heaven and in സ്വർഗ്ഗത്തിലും earth. ഭൂമിയിലും ഒരുപോലെ ആ പണി നടന്ന് പൂർത്തിയാകുവാൻ സമയമായിരിക്കുന്നു. That time for the work to be finished at the same time on heaven and on earth is at hand. എനിക്കും നിനക്കും ഒരു നിത്യഭവനമുണ്ട്. Behold, you inhabit an eternal home. ഒരു മനോഹരമായ കെട്ടിടമുണ്ട്. You have a beautiful building. ഇത് മനുഷ്യന്റെ കൈപ്പണി അല്ല, This is not made out of man's hand. ദൈവത്തിന്റെ കൈപ്പണിയാകുന്നു. This is the handiwork of ദൈവം God. ശില്പിയായി നിർമ്മിച്ചതാകുന്നു. This is work of God. അതെ, അത് അടിസ്ഥാനങ്ങൾ ഉള്ള ഒരു നഗരമാകുന്നു. It is a city which has foundations. ഈ മനോഹരമായ കെട്ടിടത്തെ നിത്യഭവനത്തെ നഗരമെന്നും വിശേഷിപ്പിക്കുന്നു. This palatial house is called a city of God. 1200 നാഴിക നീളം വീതി ഉയരം സമമായിരിക്കുന്ന മനോഹരമായ ഒരു ഭവനം. And it is a building, a house, a city which is four square. ഇന്ന് ലോകത്തിൽ പാർക്കുവാൻ നിനക്കൊരു ഭവനമില്ലെങ്കിൽ നീ ഒരിക്കലും വിഷമിച്ചു പോകരുത്. If you do not have a temporary or permanent house here on this earth, don't get discouraged. നിന്റെ ചെറിയ വീടിനെ നോക്കി നീ ഭാരപ്പെട്ടു പോകരുത്. Don't be discouraged because you have a small house. നിന്റെ ഓടിട്ട വീടിനെ നോക്കി നീ ഭാരപ്പെട്ടു പോകരുത്. Because of your tiled house, don't be discouraged. നിന്റെ ഓലപ്പുരയെ നോക്കി നീ ഭാരപ്പെടരുത്. Don't worry because of your thatched house. ഇതാ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായ ഭവനം ഒരുക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. Behold, for you and for me, a glorious house has been made in heaven. ഇത് ദൈവം നമുക്ക് ധനമായി നൽകുവാൻ പോകുകയാണ്. God is going to give it to us as a gift. ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ധനമായി നൽകുവാൻ പോകുന്നു. God is going to give this house to us as a gift. എത്ര പേർ അത് വിശ്വസിക്കുന്നു? How many of you believe that? എത്ര പേർ അതിനായി ആഗ്രഹിക്കുന്നു? How many of you desire for എത്ര it? പേർ അതിനായി കാത്തിരിക്കുന്നു? How many of you wait for it? കൂടാരമായ ഭൗമം അഴിഞ്ഞു പോയാൽ Although this earthly house is a soul, ദൈവത്തിന്റെ കൈപ്പണിയായി നിത്യഭവനമായ ഒരു കെട്ടിടം നമുക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ട്. we have a building,
building a house not made with hands, eternal in the heavens. അത് ദൈവത്തിന്റെ ദാനമാകുന്നു. And it is the gift of God. ഈ ദൈവത്തിന്റെ ദാനമായ കെട്ടിടത്തിൽ And this, the gift of God, the building of എത്രയും God, തേജസ്സോടുകൂടെ ദൈവത്തോട് കൂടെ വാഴുവാൻ പോകുകയാണ്. you and I are going to live there in glory eternally. തേജസ്വരൂപനായ യേശു ക്രിസ്തുവിനോട് കൂടെ നാം വാഴുവാൻ പോകുന്നു. The Son, the image of the glory of God, the Son, Jesus, we're going to live with Him eternally. നമുക്കത് വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ. Let us believe that, beloved. നമുക്കതിനായി ആഗ്രഹിക്കാം. Let us desire for that, beloved. ആ ദൈവത്തിന്റെ ദാനമായ നിത്യഭവനം That eternal home, the gift of എനിക്കും God. നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ If you and I have to യേശു receive that, ക്രിസ്തു ആകുന്ന ദാനത്തെ നാം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. we have to first of all receive the goodness Jesus. ആ യേശു ക്രിസ്തുവിനെ നന്മയായി നാം We വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. should believe that Jesus is the goodness of ആ God. യേശു ക്രിസ്തു മുഖാന്തരം സകല നന്മകളും നമുക്ക് ലഭിക്കുമെന്ന് നാം വിശ്വസിക്കണം. We should believe through Jesus Christ all the goodness is given to അതെ, us. അവൻ നമുക്ക് നൽകുന്ന കൃപയെ കുറിച്ച് നാം വിശ്വസിക്കണം. We should believe the grace God gives us. ദൈവത്തിന്റെ ദാനമായ കൃപയെ നാം പ്രാപിച്ചു കൊള്ളണം. We should receive the grace, the gift God gives to us. ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന കൃപയാലുള്ള രക്ഷയുടെ അനുഭവങ്ങളെ നാം പ്രാപിച്ചു കൊള്ളണം. The salvation given through us through the grace of God, we should receive all those experiences. അതെ, അത് ദൈവത്തിന്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു കൊള്ളണം. We should receive the Holy Spirit, which is the gift of God. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിക്കാത്ത ആർക്കും Those who have not received the gift, the Holy ആ Spirit, നിത്യഭവനത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. they cannot enter into that eternal home. എത്രയും വേഗത്തിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കൊള്ളുക. At the earliest, you should tarry and receive the Holy Spirit ഇത് somehow. സഭയുടെ തികവിനും പൂർണ്ണതയ്ക്കും വേണ്ടി This is for the growth and perfection ദൈവം of the ചില church. ശുശ്രൂഷകരെ സഭയ്ക്ക് വേണ്ടി ദാനമായി കൊടുത്തിരിക്കുന്നു. The saints of God are given as the gifts of the church, അത് ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് that they may present any man perfect in Christ ഒന്നാമത് Jesus. ഞങ്ങൾ തികഞ്ഞവരായി തീരട്ടെ. First of us, we should become holy. അതിനുശേഷം നിങ്ങളെയും തികഞ്ഞവരാക്കി നിർത്തട്ടെ. After that, to present you holy. പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തി ഞങ്ങളിൽ കൂടെയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. The Holy Spirit is operating and work through us. ഇപ്രകാരം ജീവിക്കുന്നവർക്ക് Those who live in this manner, ദാ ഒരു മനോഹരമായ അനുഭവമുണ്ട്. there is a beautiful ഒരു experience. തേജസ്സിന്റെ ശരീരം അവർക്ക് ലഭിക്കുവാൻ പോകുന്നു. They are going to receive a glorious body. കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ And when we heard the trumpet ഈ sound, മനുഷ്യരീരം വിട്ട് we will leave this earthly body. രൂപാന്തര ശരീരം പ്രാപിച്ച് We will receive the transformed body. തേജശരീരികളായി We will become ആ മഹാ glorious. തേജസ്സിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. We will enter into that most glorious ആ place. മഹാ തേജസ് എവിടെയാകുന്നു? Where do I have that most അത് പുതിയ glorious place? യെരൂശലേമിൽ ആകുന്നു. That is New അത് Jerusalem. സിയോനിൽ ആകുന്നു. And that is in Zion. അത് നമ്മുടെ നിത്യഭവനമാകുന്നു. That is our eternal ആ home. നിത്യഭവനത്തിൽ പ്രവേശിക്കുവാൻ സമയമായി. It's time for us to enter into that eternal ഈ home. ലോകം വിട്ടു പോകുവാൻ സമയമായി. Time to leave this നമ്മുടെ world. കഷ്ടതകൾ തീരുവാൻ സമയമായി. Time for you to കഷ്ടങ്ങൾ go. തീരുവാൻ സമയമായി. Time for our sufferings to go എത്രയും away. വേഗം ആ നിത്യഭവനത്തിൽ ചേരുവാൻ സമയമായി. Time for us to enter into the eternal home. നമുക്കതിനായി ആഗ്രഹിക്കാം. Let us desire for that. നമുക്കായി അതിനായി ഒരുങ്ങി കാത്തിരിക്കാം. Let us be prepared ഇന്ന് for that. കടന്നു വന്നിരിക്കുന്ന ദൈവജനമൊക്കെയും People, all the people of God, come here. ദൈവത്തിന്റെ ദാനമായ ആ നിത്യഭവനത്തിൽ പ്രവേശിപ്പാൻ യോഗ്യരായി തീരട്ടെ. You should become worthy to enter into the temple of അവൻ God. മണവാളനായി മഹാ തേജസ്സോടുകൂടെ വരുമ്പോ With all his glory when he appears as a bridegroom. മഹാ തേജസ്സോടുകൂടെ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടട്ടെ. To meet him as a bride. നമുക്ക് Be prepared. ആഗ്രഹിച്ചതിനായി സമർപ്പിക്കാം. For that shall we also render ദൈവത്തിന്റെ ourselves. പരിശുദ്ധാത്മ നമ്മുടെ മധ്യേ The പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Spirit of God is moving. തന്റെ us. ദാനമായ സൗഖ്യവും നൽകുവാൻ പോകുകയാണ്. He's going to give us the healing, the gift ഇന്ന് of രാത്രി God. പരിശുദ്ധാത്മാവ് ആ വിധത്തിലും പ്രവർത്തിക്കുവാൻ പോകുന്നു. Tonight, even in that manner, Holy Spirit is നമ്മൾ going to തന്നെ move. സമർപ്പിച്ച് നമുക്ക് അതിനായി കാത്തിരിക്കാം. Shall we heal and shall we wait for that? തുടരമാം ഭവനം അഴിഞ്ഞാൽ കൈപ്പണി അല്ലാത്ത നിത്യ ഭവനമെനിക്ക് ഒരുക്കിടുന്നു. അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യ ഭവനമെനിക്ക് ഒരുക്കിടുന്നു. മുത്തുമണികളാൽ നിർമ്മിതമാം പുരത്തിൽ കർത്തനോടൊത്തുപോലെ വാസം ചെയ്യുന്നതൊന്ന മുത്തുമണികളാൽ നിർമ്മിതമാം
Thanks be to God for his unspeakable gifts. ദൈവത്തിന്റെ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. Thanks be to God for his unspeakable gifts. ദൈവത്തിന്റെ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. Oh, thanks be to God for his unspeakable gifts. ദൈവത്തിന് പറഞ്ഞു തീരാൻ കഴിയാത്ത അവർണ്ണനീയ ദാനങ്ങൾക്കായി സ്തോത്രം. We can praise God for remembering all the unspeakable gifts of God. ദൈവത്തിന്റെ അവർണ്ണനീയമായ ദാനങ്ങൾ ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാൻ കഴിയും. Our God is good. നമ്മുടെ ദൈവം നല്ലവൻ. Our God is a promise-keeping God. ദൈവ വാഗ്ദത്തങ്ങൾ പാലിക്കുന്ന Our ദൈവം. God is the unchanging God. നമ്മുടെ ദൈവം മാറാത്ത ദൈവം. Oh, he has blessed us with so many gifts in our life. ജീവിതത്തിൽ ധാരാളമായ ദാനങ്ങൾ നൽകി നമ്മെ Let our അനുഗ്രഹിച്ചു. hearts be filled with gratitude. ഹൃദയം നന്ദിയാൽ നിറയട്ടെ. He filled us up with so many material and literal gifts. ഭൗമികമായ അക്ഷരികമായ എത്രയോ ദാനങ്ങളാൽ ദൈവം നമ്മെ Let നിറച്ചിരിക്കുന്നു. our hearts be filled with gratitude. ഹൃദയം നന്ദിയാൽ നിറയട്ടെ. Let there be high praises in our mouth. നമ്മുടെ വചനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന Oh, for പുകഴ്ചകൾ this ഉണ്ടാകട്ടെ. great salvation, let us praise God. മഹത്തായ സ്തുതിക്കാം. For the precious gift of the Lord Jesus Christ shall we praise God. യേശു എന്ന അമൂല്യദാനമോർത്ത് ദൈവത്തെ സ്തുതിക്കാം. For the gift of the Holy Ghost, let us praise God. പരിശുദ്ധാത്മാവിന്റെ ദാനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. The gift of the eternal life, let us all praise God. നിത്യജീവനെന്ന ദാനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. For the gift of the servants of God, let us all praise God. ദൈവ ശുശ്രൂഷയുടെ ദാനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. എല്ലാം കൃപാദാനമെല്ലാം കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. എല്ലാം കൃപാദാനമെല്ലാം കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. രക്ഷിച്ചു പാലിച്ചു സൂക്ഷിച്ചു നമ്മെ നടത്തുന്നതും കൃപയാ. രക്ഷിച്ചു പാലിച്ചു സൂക്ഷിച്ചു നമ്മെ നടത്തുന്നതും കൃപയാ. എല്ലാം കൃപാദാനം എല്ലാം കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. എല്ലാം കൃപാദാനം എല്ലാം കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. രക്ഷിച്ചു സൂക്ഷിച്ചു നമ്മെ നടത്തുന്നതും കൃപയാ. രക്ഷിച്ചു പാലിച്ചു സൂക്ഷിച്ചു നമ്മെ നടത്തുന്നതും കൃപയാ. എല്ലാ കൃപാദാനം എല്ലാ കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. എല്ലാ കൃപാദാനം എല്ലാ കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. രക്ഷിച്ചു പാലിച്ചു സൂക്ഷിച്ചു നമ്മെ നടത്തുന്നതും കൃപയാ. രക്ഷിച്ചു പാലിച്ചു സൂക്ഷിച്ചു നമ്മെ നടത്തുന്നതും കൃപയാ. എല്ലാ കൃപാദാനം എല്ലാ കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. 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 കൃപാദാനം എല്ലാ കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. എല്ലാ കൃപാദാനം എല്ലാ കൃപാദാനമെല്ലാറ്റിനായും സ്തുതിക്കുക നാം. Amen, amen, amen.
Hallelujah, 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 hallelujah. Tonight, whatever your need be, you are able to receive as a gift from the Lord. ഇന്ന് രാത്രി നിന്റെ ആവശ്യം എന്തുമാകട്ടെ അതെല്ലാം തന്നെ നിനക്ക് കർത്താവിൽ നിന്ന് ഒരു ദാനമായി നേടിയെടുക്കാം. God is giving you freely that blessing tonight for you. നിനക്ക് വേണ്ടതായ അനുഗ്രഹത്തെ ഇന്ന് രാത്രി ദൈവം നിനക്ക് ഇതാ സൗജന്യമായി തരുന്നു. Our great God is moving in our midst നമ്മുടെ വലിയ ദൈവം നമ്മുടെ നടുവിൽ ഉണ്ടാവുന്നു. to confirm His word with signs and wonders. അത് അത്ഭുതങ്ങൾ അടയാളങ്ങളാൽ തന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ. If you have not received the Holy Spirit, the gift of God, നീ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ open your mouth wide. നീ വായ് വിസ്താരത്തിൽ Open തുറക്കുക. your mouth wide. വായ് വിസ്താരത്തിൽ Oh, the തുറക്കുക. Lord will fill you tonight. കർത്താവിനെ തുറക്കാം. Decide to obey the word of God. അതിനനുസരിക്കാൻ തീരുമാനിക്കാം. You will be filled with the gift of God, the Holy Ghost. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിനാൽ നീ നിറയാം. If there is any sickness in your body tonight, ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ oh, the healing, the gift of God is given to you by faith. അതേ വിശ്വാസത്താൽ സൗഖ്യമെന്ന ദാനം നിനക്ക് നൽകപ്പെടുന്നു. Take a healing by faith. That is the gift of God. ദൈവത്തിന്റെ ദാനമായ സൗഖ്യം വിശ്വാസത്താൽ നീ എടുക്കുക. Oh, the Lord is touching you right now. ഇപ്പോൾ തന്നെ കർത്താവ് നിന്നെ തൊടുന്നു. Tonight is the night of സൗഖ്യത്തിന്റെ രാത്രി. receive the gift of God. ദൈവത്തിന്റെ ദാനം പ്രാപിക്കാം. Receive the grace of God. ദൈവകൃപ പ്രാപിക്കാം. Receive the gift of God. ഈ രാത്രി ദൈവത്തിന്റെ ദാനം പ്രാപിക്കാം. Oh, Nabakatuna Bakatuna 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 Badia. Bakatuna 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 Badia. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. Hallelujah, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. Hallelujah, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. Hallelujah, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, ശുദ്ധാത്മദായകൻ. Hallelujah, ശുദ്ധാത്മദായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. 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 Oh, Nabakatuna Bakatuna Bakatuna Bakatuna. Amen. Amen. Nabakatuna Bakatuna 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 Badia. Dear child of God, you could be going through some kind of suffering or affliction in your body.
in these days. പ്രിയ ദൈവമേ, ഈ നാളുകളിൽ നീ നിന്റെ ശരീരത്തിൽ ഏതോ വിധമായ ഒരു കഷ്ടതയിലൂടെ വേദനയിലൂടെ പോവുകയായിരിക്കും. Don't be discouraged. നീ അധൈര്യപ്പെടരുത്. Don't be disheartened. നീ തളരണ്ട. Oh, the gift of God, the eternal weight of glory is awaiting for you. ദൈവത്തിന്റെ ദാനം, തേജസ്സിന്റെ നിത്യഘനം നിന്നെ കാത്തിരിക്കുന്നു. The gift of God, eternal weight of glory is awaiting for you. ദൈവത്തിന്റെ ദാനം, തേജസ്സിന്റെ നിത്യഘനം നിന്നെ കാത്തിരിക്കുന്നു. Rejoice in the midst of sufferings. കഷ്ടങ്ങളുടെ നടുവിൽ ആനന്ദിക്കാം. Rejoice in the midst of sufferings. നിന്റെ കഷ്ടങ്ങളുടെ നടുവിൽ ഉല്ലസിക്കാം. Praise God in the midst of suffering. കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാം. Give thanks to God in the midst of suffering. കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. All the sufferings are going to become eternal weight of glory. നിന്റെ കഷ്ടങ്ങളെല്ലാം തേജസ്സിന്റെ നിത്യകരമായി തീരും. All the sufferings are going to become eternal weight of glory. നിന്റെ എല്ലാ കഷ്ടങ്ങളും തേജസ്സിന്റെ നിത്യകരമായി മാറും. Oh, the city of Jerusalem is awaiting you. പുതിയ യെരൂശലേം നഗരം നിന്നെ കാത്തിരിക്കുന്നു. City of glory is awaiting you. തേജോപുരം നിന്നെ കാത്തിരിക്കുന്നു. City of Zion is awaiting you. സിയോൻ നഗരം നിന്നെ കാത്തിരിക്കുന്നു. Rejoice in the midst of suffering. കഷ്ടങ്ങളുടെ നടുവിൽ ഉല്ലസിക്കാം. Spirit of glory is coming upon you. തേജസ്സിന്റെ ആത്മാവ് നിന്റെ മേൽ വരുന്നു. Spirit of glory is coming upon you. മഹിമയുടെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നു. Holy Ghost is coming upon you. ദൈവത്തിന്റെ തേജസ്സിന്റെ മേൽ ഇറങ്ങി വരുന്നു. Holy Ghost is coming upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു. ലോകം ത്യജിച്ചവരെ, ഫലപാടു സഹിച്ചവരെ, ലോകം ത്യജിച്ചവരെ, ഫലപാടു സഹിച്ചവരെ, നമ്മുടെ രക്ഷകൻ തേജസ്സിൽ വരുമ്പോൾ നമ്മൾക്കോ നിത്യാനന്ദം. നമ്മുടെ രക്ഷകൻ തേജസ്സിൽ വരുമ്പോൾ നമ്മൾക്കോ നിത്യാനന്ദം. ലോകം ത്യജിച്ചവരെ, ഫലപാടു സഹിച്ചവരെ, ലോകം ത്യജിച്ചവരെ, ഫലപാടു സഹിച്ചവരെ, നമ്മുടെ രക്ഷകൻ തേജസ്സിൽ വരുമ്പോൾ നമ്മൾക്കോ നിത്യാനന്ദം. നമ്മുടെ രക്ഷകൻ തേജസ്സിൽ വരുമ്പോൾ നമ്മൾക്കോ നിത്യാനന്ദം. ലോകം ത്യജിച്ചവരെ, ഫലപാടു സഹിച്ചവരെ, ലോകം ത്യജിച്ചവരെ, ഫലപാടു സഹിച്ചവരെ, നമ്മുടെ രക്ഷകൻ തേജസ്സിൽ വരുമ്പോൾ നമ്മൾക്കോ നിത്യാനന്ദം. നമ്മുടെ രക്ഷകൻ തേജസ്സിൽ വരുമ്പോൾ നമ്മൾക്കോ നിത്യാനന്ദം. നമ്മുടെ രക്ഷകൻ തേജസ്സിൽ നമ്മൾക്കോ നിത്യാനന്ദം. നമ്മുടെ രക്ഷകൻ തേജസ്സിൽ വരുമ്പോൾ 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 നമ്മൾക്കോ നിത്യാനന്ദം. Bakatuna 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 bala bakatuna balia. Oh, la bakatuna 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 balia. നിന്നകളേറ്റവരെ, അപമാനിതരായവരെ, ഓ നിന്നകളേറ്റവരെ, അപമാനിതരായവരെ, ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായിരുന്നോരും സന്തോഷിപ്പിൻ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായിരുന്നോരും സന്തോഷിപ്പിൻ. നിന്നകളേറ്റവരെ, അപമാനിതരായവരെ, നിന്നകളേറ്റവരെ,
കാഹളങ്ങൾ കാന്തയെ ചേർന്ന ഓ കാഹളം